ഇത് ആദ്യത്തെ ആഫ്രീദി വെച്ച് തന്നെ തുടങ്ങാം. ഷാഹിദ് അഫ്രീദി ലീഡ്സ് വിക്ടറി റാലി ഇൻ കറാച്ചി ആഫ്റ്റർ ഇന്ത്യസ് പ്രിസിഷൻ സ്ട്രൈക്സ് അഗൈൻസ്റ്റ് 11 PF ബേസസ് ഫോഴ്സ്ഡ് പാകിസ്ഥാൻ ഫോർ എ സീസ്ഫയർ. ഒരു ഇന്ത്യൻ പത്രത്തിൽ നിന്നാണ്. അപ്പം 11 എയർബേസുകൾ ആക്രമിച്ചപ്പോൾ സീസ്ഫയറിനെ നിർബന്ധിക്കേണ്ടി വന്ന പാകിസ്ഥാനിൽ എന്നാണ് അവർ പറയുന്നത്. വിക്ടറി റാലി ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞ്, എന്തായാലും പാകിസ്ഥാനാണ്, ആദ്യം ആരും തർക്കിച്ചിട്ടില്ല, പാകിസ്ഥാന്റെ നിന്നാണ് ഇങ്ങോട്ട് സീസ്ഫയറിന് വിളി വന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു ആവശ്യമുള്ള ആർക്കാണ്. ഇന്ത്യക്ക് സീസ്ഫയറിന് പ്രശ്നമില്ല, നിങ്ങൾ എസ്കലേറ്റ് ചെയ്യരുത്, നോൺ എസ്കലേറ്ററി ആണ് നമ്മുടെ സ്ട്രൈക്ക് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ആദ്യത്തെ വാദം തന്നെ ഇതാണ്, തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള വാദം ഇതാണ്. അതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങും. അത്ര ആത്മവിശ്വാസത്തോടെ കൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. ഇന്ത്യ ആക്രമിച്ചതോടുകൂടി പാകിസ്ഥാന് പ്രതിരോധിക്കല്ലാതെ മാർഗമില്ലായിരുന്നു എന്നാണ് അഫ്രീദി പറയുന്നത്. ഇന്ത്യ ഹാസ് നൗ ടേസ്റ്റഡ് ദ കോൺസിക്വൻസ് ഓഫ് ഇറ്റ്സ് ഓൺ പ്രൊവക്കേഷൻ. പ്രകോപനം ഉണ്ടാക്കിയതിൻ്റെ പരിണിത ഫലം ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ടേസ്റ്റ് കിട്ടി എന്നാണ്. ദ ഗ്രാറ്റിറ്റ്യൂഡ് റാലി ഹെൽഡ് ഇൻ പാകിസ്ഥാൻ ഫോളോയിങ് ഓപ്പറേഷൻ സിന്ദൂർ അപ്പിയേഴ്സ് ടു ഹാവ് റിസീവ്ഡ് ലൂക്ക്വാം റെസ്പോൺസ്. വലിയ കാര്യമായ പ്രതികരണമൊന്നുമില്ല. വിത്ത് ലിമിറ്റഡ് പബ്ലിക് എന്തൂസിയാസം ആൻഡ് പാർട്ടിസിപ്പേഷൻ. എന്നാലും അഫ്രീദി പട്ടാള യൂണിഫോമൊക്കെ ആയിട്ട് രംഗത്തിറങ്ങി. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒപ്പിച്ചെടുക്കുന്നത് എന്നുള്ളതാണ്.